ഹലോ കൂട്ടുകാരെ, ഇന്നും നമ്മൾ ഗ്രേഡ് 4ൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ ഒരു വർക്ക്ഷീറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മുന്നേ നമ്മൾ 2 വർക്ക്ഷീറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതും നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുഴുവൻ ആൻസറുകൾ ചെയ്യാൻ ട്രൈ ചെയ്യണം. അതിന് ശേഷം വേണം നമ്മുടെ സൊല്യൂഷനും എക്സ്പ്ലനേഷനും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ മനസ്സിലാവും. ചെയ്ത മെത്തേഡ് ശരിയല്ലെങ്കിൽ അതും കറക്റ്റ് ചെയ്യാലോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക്. ആഡ് ദ ഫോളോയിങ്, ചെക്ക് ബൈ ആഡിങ് അപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 67,756 പ്ലസ് 23,386. ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യണം. 6 + 6 12 ആണ് അല്ലേ. ആ 12ൻ്റെ 2 നമുക്ക് ആൻസറിൻ്റെ പ്ലേസിൽ എഴുതി കൊടുക്കാം. ഈ 1 ഇവിടെ ക്യാരി ചെയ്യാനായിട്ട് കൊടുക്കാം. ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറാണ് ഇവിടെ കൊടുത്തത്. ഇനി എന്താ വേണ്ടത്? ഈ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോൾ 1 + 5 + 8. 1 + 5 6 ആണ്, + 8. 6 + 8 14. ഇവിടെ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഈ നമ്പർ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊടുക്കാം. ഇനി എന്താ വേണ്ട? ഈ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ 1 + 7 + 3 ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 1 + 7 8 ആണ്, + 3 = 11. അതോടെ എഴുതാം. ഇനി ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 1 ആണല്ലോ ഉള്ളത്. അത് ഇവിടെ ആൻസറിൻ്റെ അവിടെ എഴുതി കൊടുത്തു. മറ്റേ 1 നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യാം. 1 + 7 + 3 തന്നെയാണ് അല്ലേ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ 1 + 7 + 3 ചെയ്തപ്പോൾ 11 ആണല്ലോ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ എഴുതാം. ഈ 1 നമുക്ക് ആൻസറിൻ്റെ പൊസിഷനിൽ എഴുതി കൊടുക്കാം. ഈ 1 നമുക്ക് മേലെ ക്യാരി ചെയ്യാനായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 1 + 6 + 2 = 1 + 6 is 7. 7 + 2. 7 + 2 9 ആണ്. അതിവിടെ എഴുതി. ആ 9 ഇങ്ങോട്ട് എഴുതാം. ഇപ്പോൾ ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 91,142. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ചെക്ക് ബൈ ആഡിങ് അപ്പ് എന്നാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 നമ്പേഴ്സും മേലോട്ട് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. അത് 67,756 + 23,386. അപ്പോൾ നമ്മൾ ആൻസർ മേലോട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ 6 + 6 നമുക്ക് നോക്കാം. 12 ആണല്ലോ. 2 ഇവിടെ എഴുതി, 1 ഇങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനി 1 + 8 + 5 ഉണ്ട്, അതെഴുതാം. 1 + 8 + 5. 1 + 8 9 ആണ്. 9 + 5 14. അപ്പോൾ ആ 4 നമ്മൾ ഇങ്ങോട്ട് എഴുതി. 1 ഇവിടെ താഴെ കൊടുത്തു. ഇനി നമുക്ക് 1 + 3 + 7 ചെയ്യാം. 1 + 3 4 + 7. 4 + 7 11 ആണ്. അപ്പോൾ ഈ 1 ഇങ്ങോട്ട് എഴുതാം നമുക്ക്. ഈ 1 എടുത്തിട്ട് ഇങ്ങോട്ടും എഴുതാം. ഇനി 1 + 3 + 7 തന്നെയാണല്ലോ. അപ്പോൾ 1 + 3 + 7 ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻസർ തന്നെ ഇവിടെ എടുക്കാം. അപ്പോൾ 1 ഇവിടെ എഴുതി, 1 ഇങ്ങോട്ട് എഴുതി. ഇനി 1 + 2 + 6. 1 + 2 3 ആണ്, +6. 3 + 6 9. മനസ്സിലായോ? ആ 9 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടി. 91,142. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 3,876 + 1,956 + 23,187. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് മേലെ എഴുതി കൊടുക്കാം നമുക്ക്. 23,187 5 ഡിജിറ്റ്സ് ഉണ്ട് ഇതിന് അല്ലേ. ഇതിന് രണ്ടിനും 4 ഡിജിറ്റ്സ് ഉള്ളൂ, ഇതിന് 5 ഡിജിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് മേലെ എഴുതിയത് നമ്മൾ. ഇനി നമുക്ക് ഈ നമ്പേഴ്സും എഴുതി കൊടുക്കാം. അപ്പോൾ പ്ലേസ് വാല്യൂ ഒക്കെ നല്ല ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. വൺസ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ഒക്കെ വൺസ് പ്ലേസിലാവാനും ടെൻസ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ടെൻസ് പ്ലേസിൽ തന്നെ എഴുതാനൊക്കെ നോക്കണേ. അപ്പോൾ ഇനി അടുത്തത് 1,956 ഇവിടെ എഴുതി കൊടുക്കാം. ആദ്യം നമുക്ക് വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 7 + 6 + 6 = 7 + 6 13 ആണ്. 13 + 6 19 ആണ്. അപ്പോൾ നമുക്ക് വൺസിൻ്റെ പ്ലേസിൽ വന്ന ഈ 9 ഇങ്ങോട്ട് എഴുതാം. ഈ 1 എടുത്ത് ഇങ്ങോട്ട് ക്യാരി ചെയ്യാനായിട്ട് എഴുതാം. ഇനി നമുക്ക് ഈ പ്ലേസിൽ വരുന്ന എല്ലാ ഡിജിറ്റ്സും കൂടാണ് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ 1 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 5 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1 പ്ലസ് 8 9 ആണ്, പ്ലസ് 7 പ്ലസ് 5 ഈക്വൽസ് ടു 9 പ്ലസ് 7 16, 16 പ്ലസ് 5 അത് 21 ആണ്. 21ൻ്റെ 1 നമുക്ക് ഇങ്ങോട്ട് എഴുതാം, 2 ഇവിടെ ക്യാരി ഓവറായിട്ട് എഴുതി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 8 പ്ലസ് 9 ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. 2 പ്ലസ് 8 10 ആണല്ലോ, 1 പ്ലസ് 9 10 ആണ്. അപ്പോൾ 10 പ്ലസ് 10 20. അപ്പോൾ നമുക്ക് ഈ 0 ഇങ്ങോട്ട് എഴുതി ഈ 2 മേലോട്ട് എഴുതി കൊടുക്കാം. ഈ പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. 2 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1. അപ്പോൾ 2 പ്ലസ് 3 5 ആണ്, പ്ലസ് 3 പ്ലസ് 1 4 ആണ്, 5 പ്ലസ് 4 9 അങ്ങനെ എഴുതി കൊടുക്കാം. ആ 9 നമുക്ക് ഇവിടെ എഴുതാം. ഇനി ക്യാരി ചെയ്യാനായിട്ട് ഇവിടെ നമ്പേഴ്സ് ഒന്നുമില്ല, ഈ 2 ഇങ്ങോട്ട് താഴോട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ 29,019 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ബൈ ആഡിങ് അപ്പ് ഉണ്ടല്ലോ, അതിനു വേണ്ടി ഈ നമ്പർ ഒന്നുകൂടെ എഴുതാം. 23,187 പ്ലസ് 3,876 പ്ലസ് 1,956. ഇനി നമ്മൾ മേലോട്ടാണ് അല്ലേ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് താഴെ നിന്ന് മേലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 6 പ്ലസ് 6 പ്ലസ് 7 ആണ് ചെയ്യേണ്ടത്. 6 പ്ലസ് 6 12, 12 പ്ലസ് 7 കൊടുക്കണം. 12 പ്ലസ് 7 19 ആണ്. അതിൻ്റെ 9 ഇവിടെ എഴുതി 1 ഇങ്ങോട്ട് താഴോട്ട് ക്യാരി ചെയ്യാനായിട്ട് കൊടുത്തു. ഇനി ഇവിടെ താഴെ നിന്ന് മേലോട്ടുള്ള നമ്പേഴ്സ് എടുക്കാം നമുക്ക്. 1 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 8 ഈക്വൽസ് ടു 1 പ്ലസ് 5 6 ആണ്, 7 പ്ലസ് 8 15, 6 പ്ലസ് 15 21 ആണ്. ഈ 21ൽ 1 ഇവിടെ എഴുതിയിട്ട് 2 താഴെ കൊടുക്കാം നമുക്ക്. ഇനി ഈ നമ്പറുകൾ ആഡ് ചെയ്യാം നമുക്ക്. 2 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 1, 2ഉം 8ഉം കൂടെ ആഡ് ചെയ്യാം, 10 കിട്ടും. 9ഉം 1ഉം കൂടെ ആഡ് ചെയ്താലും 10 കിട്ടും. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 20യുടെ ഈ 0 നമുക്ക് ഇവിടെ എഴുതാം, 2 താഴെ എഴുതാം. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. 2 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 3 ഈക്വൽസ് ടു 2 പ്ലസ് 1 3 ആണ്, 3 പ്ലസ് 3 6 ആണ്, 3 പ്ലസ് 6 9 ആണ്. അപ്പോൾ നമുക്ക് ആ 9 ഇങ്ങോട്ട് എഴുതാം. പിന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ നമ്പേഴ്സ് ഒന്നുമില്ല, ഈ 2 ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ 29,019 എന്ന് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഡ് അപ്പ് ചെയ്തപ്പോഴും കറക്റ്റ് ആയല്ലോ. ചെക്ക് ബൈ ആഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ടും ആഡ് ചെയ്ത് കാണിക്കണം, അതുപോലെ തന്നെ മേലോട്ടും ആഡ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യൂസ് പ്ലേസ് വാല്യൂ ടു സോൾവ് ബ്രേക്ക് എനി വൺ നമ്പർ. പ്ലേസ് വാല്യൂ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ബ്രേക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അഡീഷൻ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 57 പ്ലസ് 23. നമുക്ക് ഫസ്റ്റ് തരുന്ന നമ്പറല്ല നമ്മൾ സാധാരണയായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്യുന്നത് ഈ സെക്കൻഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം 57 പ്ലസ് 3 നോക്കാം. 57 പ്ലസ് 3 എത്രയാ? 60 ആണ് അല്ലേ? ഈസി ആയില്ലേ? ഇനി നമുക്ക് ഈ 60യുടെ കൂടെ ഈ 20 കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 60 പ്ലസ് 20 80. ഇപ്പോൾ നമ്മുടെ ആൻസർ എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് അല്ലേ? ആദ്യം നമ്മൾ ഈ 23നെ ബ്രേക്ക് ചെയ്തിട്ട് 20 പ്ലസ് 3 എന്നാക്കി, എന്നിട്ട് നമ്മൾ അത് ഈ ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടി അല്ലേ? ഇനി അടുത്തത് നോക്കാം. 68 പ്ലസ് 48. ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് 48 ആണ്. അപ്പോൾ 48 എങ്ങനെ എഴുതാം നമുക്ക്? 40 പ്ലസ് 8. ഇനി നമുക്ക് 68ൻ്റെ കൂടെ ആദ്യം 40 ആഡ് ചെയ്ത് കൊടുക്കാം. 68ൻ്റെ കൂടെ 40 ആഡ് ചെയ്യാനാണെങ്കിൽ 4 10s ആണ് കൂടുന്നത് അല്ലേ? 68 കഴിഞ്ഞാൽ 4 10s എടുക്കാം. 78, 88, 98, 108 അതിവിടെ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 108 പ്ലസ് 8 116 അത് എഴുതി കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ദ സം ബൈ ബ്രേക്ക് എനി വൺ നമ്പർ എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം കേട്ടോ നമുക്ക്. ആഡ് ബൈ ബ്രേക്കിംഗ് ബോത്ത് ദ നമ്പേഴ്സ്. ഇവിടെ നമ്മൾ 2 നമ്പേഴ്സും ബ്രേക്ക് ചെയ്തിട്ടാണ് അഡീഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 38 പ്ലസ് 36 ആണ്.
അപ്പോൾ നമുക്ക് 38 ബ്രേക്ക് ചെയ്യാം. ഫസ്റ്റ് 30 പ്ലസ് 8, 36 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 30 പ്ലസ് 6 കിട്ടും. ഇനി ഇതിലെ ടെൻസ് ഒന്നിച്ച് എഴുതാം. 30 പ്ലസ് 30 ഈക്വൽസ് ടു 60. ഇനി 8 പ്ലസ് 6 ചെയ്യണമല്ലോ. 8 പ്ലസ് 6 ഈക്വൽസ് ടു 14. ഇനി ഈ രണ്ട് ആൻസേഴ്സും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ 60 പ്ലസ് 14. 60 പ്ലസ് 14 എന്ന് പറയുമ്പോൾ എന്താ, 60യുടെ കൂടെ 14 കൂടെ ആഡ് ചെയ്യാം. 60 പ്ലസ് 14 74. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ 2 നമ്പേഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 74 പ്ലസ് 46. 74 ബ്രേക്ക് ചെയ്യുമ്പോൾ 70 പ്ലസ് 4, 46 ബ്രേക്ക് ചെയ്യുമ്പോൾ 40 പ്ലസ് 6. ഇനി 70യും 40യും കൂടെ ആഡ് ചെയ്യാം. 70 കഴിഞ്ഞിട്ട് 4 ടെൻസ് ആണ് അല്ലേ. അപ്പോൾ 80, 90, 100, 110. അതുപോലെ തന്നെ 4ഉം 6ഉം കൂടെ ആഡ് ചെയ്യാം. 4 പ്ലസ് 6, 4 പ്ലസ് 6 10 ആണ് അല്ലേ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 110 പ്ലസ് 10 ഈക്വൽസ് ടു 110ൻ്റെ കൂടെ ഒരു 10ഉം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ 120 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ? എത്ര ഈസിയാ അല്ലേ അഡീഷൻ. ഇനി ആഡ് ബൈ കൗണ്ടിങ് ടെൻസ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. 47 പ്ലസ് 32 ചെയ്യുമ്പോൾ ഇവിടെ എന്താ 40 പ്ലസ് 7 പ്ലസ് 30 പ്ലസ് 2 എന്ന് എഴുതാം. ഇവിടെ ടെൻസ് 40യും 30യും ആണ്, അത് ഒന്നിച്ച് എഴുതാം. 40 പ്ലസ് 30 പ്ലസ് 7 പ്ലസ് 2. 40 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 70 ആണ്. പ്ലസ് 7 പ്ലസ് 2 9, 79. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടല്ലോ. 29 പ്ലസ് 36. ഇതെങ്ങനെ ചെയ്യുന്നത്? 20 പ്ലസ് 9 പ്ലസ് 30 പ്ലസ് 6. നമ്മൾ ഈ രണ്ട് നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൊടുത്തു. ഇനി 20യും 30യും അടുത്തടുത്ത് എഴുതാം. 20 പ്ലസ് 30 പ്ലസ് 9 പ്ലസ് 6. 20 പ്ലസ് 30 എത്ര കിട്ടുന്നത്? 50 ആണല്ലേ. പ്ലസ് 9 പ്ലസ് 6 15. ഇനി നോക്കാം. 50 പ്ലസ് 15 ഈക്വൽസ് ടു 65. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈസി അല്ലേ കൂട്ടുകാരെ? ഇനി അടുത്തത് സബ്ട്രാക്ട് ചെക്ക് യുവർ ആൻസർ ബൈ എഡിഷൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. അതിൻ്റെ ഡിഫറൻസും സബ്ട്രാഹൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്താണ് മിനിമം, എന്താ സബ്ട്രാഹൻറ്റ്, എന്താ ഡിഫറൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയോ? പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ 68,375 മൈനസ് 12,867. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മിനുവൻ്റ് എന്ന് പറയുന്നത്. ഏത് നമ്പറാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അതാണ് സബ്ട്രാഹൻറ്റ്. ഇനി ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഡിഫറൻസ്. അറിയാലോ? ആദ്യം നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. 5 മൈനസ് 7 ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ 7ൽ നിന്ന് നമുക്ക് ബോറോ ചെയ്യാം. അപ്പോൾ ഇവിടെ 15 ആവും. ഇത് 6 ആയി മാറും. 15 മൈനസ് 7 ചെയ്ത് നോക്കണം. ആഫ്റ്റർ 7, 8, 9, 10, 11, 12, 13, 14, 15. 8 ഫിംഗേഴ്സ് അല്ലേ. അപ്പോൾ ആ 8 ഇവിടെ എഴുതി കൊടുക്കാം നമുക്ക്. 6 മൈനസ് 6 0. 3 മൈനസ് 8 പോസിബിൾ അല്ല. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഇവിടെ 13 ആവും. ഇത് 7 ആവും. 13 മൈനസ് 8 നോക്കാം. ആഫ്റ്റർ 8, 9, 10, 11, 12, 13. 5 ആണ് കിട്ടുന്നത് നമുക്ക്. 7 മൈനസ് 2 നോക്കാം. ആഫ്റ്റർ 2, 3, 4, 5, 6, 7. ഇവിടെയും 5 തന്നെയാണ്. ഇനി നമുക്ക് 6 മൈനസ് 1 നോക്കാം. ആഫ്റ്റർ 1, 2, 3, 4, 5, 6. അപ്പോൾ നമുക്ക് 5 തന്നെ കിട്ടിയത്. നമ്മുടെ ആൻസർ 55,508 എന്നാണ്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ചെക്ക് യുവർ ആൻസർ ബൈ ആഡിങ് എന്നാണല്ലോ. 55,508 ആണ് നമ്മുടെ ഡിഫറൻസ് അല്ലേ. അതിൻ്റെ കൂടെ നമ്മുടെ സബ്ട്രാഹൻഡായ 12,867 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറും നമ്മുടെ മിനിമം ആയിട്ടുള്ള 68,375 ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണെന്ന്. നോക്കാം. അപ്പോൾ നമുക്ക് 8 പ്ലസ് 7 ചെയ്ത് നോക്കാം. 15 ആണ് കിട്ടുന്നത്. 5 ഇവിടെ എഴുതാം. 1 മേലോട്ട് എഴുതാം. 1 പ്ലസ് 6 ചെയ്യാം. 1 പ്ലസ് 6 എത്രയാണ്? 7 അല്ലേ. 5 പ്ലസ് 8 13. 3 ഹിയർ, 1 അപ്പ്. 1 plus 5 6. 6 plus 2 8. 5 plus 1 6.
അപ്പോൾ എത്ര ആൻസർ കിട്ടിയത് നോക്കിയാൽ 68,375. അത് തന്നെയല്ലേ ഇവിടെ നമ്മുടെ മിനിമൻ്റെ ആയിട്ട് കിടക്കുന്ന നമ്പറും. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 50,800 മൈനസ് 24,824 ചെയ്യാം. അപ്പോൾ 0 - 4 പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ സീറോയുടെ അടുത്ത് ബോറോ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീറോയുടെ കയ്യിലും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ 8 ഹെൽപ്പ് ചെയ്തേ. ഈ 8 1 ഇതിന് കൊടുത്തിട്ട് 8 7 ആയി മാറി. അപ്പോൾ ഈ 0 10 ആയി മാറി. ഈ സീറോക്കല്ലേ ഇപ്പോൾ 1 ആവശ്യമുള്ളത്. അപ്പോൾ ഈ 10 എന്ത് ചെയ്തു, ഇങ്ങോട്ട് 1 കൊടുത്തിട്ട് 10 9 ആയി മാറി. 10 - 4 6 ആണ്. 9 - 2 7 ആയി. അപ്പോൾ ഈ 8 ഇങ്ങോട്ട് ഒന്ന് കൊടുത്തപ്പോൾ ഇത് 7 ആയി മാറിയത് കൊണ്ട് അതിന് 7 - 8 പോസിബിൾ അല്ലാതെയായി. അപ്പോൾ നമ്മൾ ഈ സീറോയുടെ അടുത്ത് ചോദിച്ചു നോക്കി ഈ 7 1 കൊടുക്കുമെന്ന്. അപ്പോൾ ഈ സീറോയുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 5ൻ്റെ അടുത്ത് ചോദിച്ചു. 5 4 ആയിട്ട് 1 ഈ 10ന് കൊടുത്തു. ഈ 10 ഈ 7ന് 1 കൊടുത്തിട്ട് 10 9 ആയി മാറി. അപ്പോൾ 17 - 8 9 കിട്ടി നമുക്ക്. 9 - 4 5 ആണ്. 4 - 2 2 ആണ്. ഇത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. നമ്മൾ ഈ ബോറോ ചെയ്തിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ ഡിഫറൻസ് എത്രയായിരുന്നു, 25,976. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഈ സബ്ട്രാഹൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 24,824. അപ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടണം, നമ്മുടെ ഈ മിനിമൻ്റെ കിട്ടണം അല്ലേ. 6 + 4 10. 0 here 1 up. 1 + 7 8. 8 + 2 is 10. 0 here 1 up. 1 + 9 is 10. 10 + 8 is 18. 8 here 1 up. 1 + 5 is 6. 6 + 4 is 10. 0 here 1 up. 1 + 2 is 3. 3 + 2 is 5. കിട്ടിയല്ലോ, നമുക്ക് സെയിം ആൻസർ തന്നെ. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 95 - 27 എത്ര, 5 - 7 പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ബോറോ ചെയ്തു. ഇവിടെ 1 കൊടുത്തു. ഇത് 8 ആയി മാറി. 15 - 7 എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 7 8 9 10 11 12 13 14 15. നമുക്ക് 8 ഫിംഗേഴ്സാണ് കിട്ടുന്നത് അല്ലേ. ആ 8 ഇവിടെ എഴുതാം. 8 - 2 6 ആണ്. 68 എന്ന് നമ്മുടെ ആൻസർ കിട്ടുന്നു. ഇനി അടുത്തത് 58 - 17. 8 - 7 എത്ര, 1 ആണ്. 5 - 1 4 ആണ്. നമ്മുടെ ആൻസർ 41 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ നമ്മുടെ ഈ വർക്ക്ഷീറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. നിങ്ങൾ ആദ്യം പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ സൊല്യൂഷനും നമ്മുടെ എക്സ്പ്ലനേഷനും ഒക്കെ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഒട്ടും പേടിക്കാതെ പോയിട്ട് അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ ഒക്കെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും സോൾവ് ചെയ്യാം അല്ലേ. അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ മാത്രമല്ല വേറെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.